നമസ്കാരം. ഇത് കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദും കോഴിക്കോട് ആസ്ഥാനമായുള്ള ഡെന്റൽ എൻജിഒ ആയ ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജിയും ചേർന്ന് തയ്യാറാക്കിയ പഠനസഹായിയെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത ഓഡിയോ ചർച്ചകളുടെ ഒരു പരമ്പരയാണ്. അതെ, കേരളത്തിലുടനീളമുള്ള ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, ആരോഗ്യ വോളണ്ടിയർമാർ അങ്ങനെയുള്ളവർക്ക് ഓറൽ ഹെൽത്ത് കെയർ പരിശീലന സാമഗ്രിയായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ശരിയാണ്. പ്രധാന ലക്ഷ്യം സാധാരണക്കാർക്ക് പോലും കുട്ടികളുടെ ദന്താരോഗ്യ കാര്യങ്ങളിൽ ഒരു അംബാസഡർ ആകാൻ കഴിയുക എന്നതാണ്. ഇന്ന് നമ്മൾ 9ാം അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ഓർത്തോഡോണ്ടിക് ബ്രേസസ്, അതായത് പല്ലില് കമ്പിയിടുന്നത്. ഒരുപാട് കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് ഈ നിരതെറ്റിയ പല്ലുകൾ, അല്ലേ? അതെ, കാണാറുണ്ട്. ചിലപ്പോൾ അത് അത്ര കാര്യമാക്കേണ്ടി വരില്ല, പക്ഷെ ചിലപ്പോൾ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്കൊരു കാരണമായേക്കാം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കേണ്ടത്? എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം? നിങ്ങളെപ്പോലുള്ളവർക്ക്, അതായത് ഈ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ഇതിലെന്ത് പങ്കാണുള്ളത്? നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. പലരും വിചാരിക്കുന്നത് ഇത് വെറുമൊരു സൗന്ദര്യത്തിന്റെ പ്രശ്നം മാത്രമാണെന്നാണ്. അതെ, അതാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ അങ്ങനെയല്ല. പല്ലുകൾ ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടിയുടെ ഭക്ഷണം ചവയ്ക്കാനുള്ള കഴിവിന് വളരെ പ്രധാനമാണ്. പിന്നെ സംസാരത്തിന്, എന്തിന്, ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിനു പോലും ഇത് അത്യാവശ്യമാണ്. ശരിയാണ്. ഏറ്റവും പ്രധാനം വായുടെ മൊത്തത്തിലുള്ള ആരോഗ്യം. അത് നിലനിർത്താനും ഈ ശരിയായ ക്രമീകരണം വേണം. അപ്പോൾ ഈ ചർച്ച കഴിയുമ്പോഴേക്കും എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെയാണ് ഈ ചികിത്സ ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ ഓർത്തോഡോണ്ടിക് ചികിത്സ, ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ലളിതമായി പറഞ്ഞാല് പല്ലുകൾ നിരതെറ്റിയോ അല്ലെങ്കിൽ തിങ്ങി ഞെരുങ്ങിയോ, ചിലപ്പോൾ മുകളിലെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ ശരിയായി ചേരാതെ, അതായത് ബൈറ്റ് പ്രോബ്ലംസ് എന്നൊക്കെ പറയും. ഓക്കെ. അങ്ങനെയുള്ള അവസ്ഥകളെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ദന്ത ചികിത്സാ രീതിയാണ് ഓർത്തോഡോണ്ടിക്സ്. ഇതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ സാധാരണ ബ്രേസസ് അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിക് അപ്ലയൻസസ് എന്നൊക്കെ പറയുന്നത്. ഇത് സാധാരണ നമ്മുടെ ഡെന്റിസ്റ്റുകൾ തന്നെയാണോ ചെയ്യുന്നത്, അതോ ഇതിന് വേറെ സ്പെഷ്യലിസ്റ്റുകളുണ്ടോ? ഇതിന് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഓർത്തോഡോണ്ടിസ്റ്റ് എന്നാണ് അവരെ പറയുക. അവര് പല്ലുകളുടെയും താടിയെല്ലുകളുടെയും വളർച്ചയെക്കുറിച്ചും അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി പഠിച്ചവരാണ്. ഓക്കെ. അപ്പോ ഓരോ കുട്ടിയുടെയും പ്രശ്നം മനസ്സിലാക്കി അവർക്ക് വേണ്ട ചികിത്സാ പദ്ധതി തയ്യാറാക്കുകയാണ് ഈ ഓർത്തോഡോണ്ടിസ്റ്റുകൾ ചെയ്യുന്നത്. ലക്ഷ്യമെന്താന്ന് വെച്ചാൽ ആരോഗ്യകരമായ പല്ലുകൾ, നല്ലൊരു പുഞ്ചിരി, അതുവഴി ഒരു നല്ല ജീവിത നിലവാരം. അതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. എപ്പോഴാണ് ഒരു കുട്ടിക്ക് ഈ ചികിത്സയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? എല്ലാ നിരതെറ്റിയ പല്ലുകൾക്കും ചികിത്സ അത്യാവശ്യമാണോ? അത് നല്ല ചോദ്യമാണ്. എല്ലാത്തിനും ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പാൽ പല്ലുകൾക്കിടയിൽ ചെറിയ വിടവുകളൊക്കെ ഉണ്ടാവും. കാണാറുണ്ട്. അത് സാധാരണയാണ്. കാരണം സ്ഥിരം പല്ലുകൾ വരുമ്പോ അതിന് നിൽക്കാനുള്ള സ്ഥലം വേണ്ടേ? ശരി. അപ്പോ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചു നേരത്തെ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ? പ്രധാനമായും ഈ താടിയെല്ലുകളുടെ വളർച്ചയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോ മുകളിലത്തെ താടിയെല്ല് വല്ലാതെ മുന്നോട്ട് തള്ളി നിൽക്കുക, അല്ലെങ്കിൽ താഴത്തെ താടിയെല്ലിന് തീരെ വളർച്ചയില്ലാത്ത പോലെ തോന്നുക, ചിലപ്പോൾ മുഖം ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നത് പോലെ തോന്നാം. പിന്നെ ഡീപ്പ് ബൈറ്റ് എന്ന് പറയും. അതായത് മേൽത്താടിയിലെ പല്ലുകൾ കീഴ്ത്താടിയിലെ പല്ലുകളെ ഒരുപാട് കവർ ചെയ്ത് നിൽക്കുന്ന അവസ്ഥ. പിന്നെ കുട്ടികൾക്ക് ചില ദുശ്ശീലങ്ങൾ ഉണ്ടാവാറുണ്ട്. വിരൽ കുടിക്കുക, തം സക്കിംഗ് പോലുള്ളവ. ഒരു 5-6 വയസ്സ് കഴിഞ്ഞിട്ടും ഈ ശീലം നിർത്തുന്നില്ലെങ്കിൽ അത് പല്ലുകളുടെ സ്ഥാനത്തെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ, അതായത് ഒരു 6 മുതൽ 10 വയസ്സിനുള്ളിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏർലി ഓർത്തോഡോണ്ടിക്സ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റീവ് ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്ന ഒരു ചികിത്സ തുടങ്ങാൻ പറ്റും. ഇന്റർസെപ്റ്റീവ് ഓർത്തോഡോണ്ടിക്സ്. അപ്പോൾ അങ്ങനെ നേരത്തെ ഇടപെടുന്നത് കൊണ്ട് നല്ല ഗുണങ്ങളുണ്ടല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് അതിനെ ഇന്റർസെപ്റ്റീവ് എന്ന് പറയുന്നത് തന്നെ. അതായത് പ്രശ്നം ഒരുപാട് ഗുരുതരമാകുന്നതിന് മുൻപ് നമ്മൾ ഇടപെടുന്നു. ശരി. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നുവെച്ചാൽ ഇത് പിന്നീട് വേണ്ടി വന്നേക്കാവുന്ന ആ ഫുൾ കമ്പീഡൽ ചികിത്സയില്ലേ, അതിന്റെ സങ്കീർണതയും സമയവും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ചിലപ്പോ പല്ല് പറിച്ചു കളയേണ്ട അവസ്ഥയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓഹോ.
പിന്നെ താടിയെല്ലിന്റെ വളർച്ചയെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും ഇത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളെ തുടക്കത്തിലെ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഒരു 6-7 വയസ്സാവുമ്പോൾ ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ്, മനസ്സിലായി. അപ്പോൾ സാധാരണ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള എല്ലാ പല്ലിലും കമ്പിയിടുന്ന ചികിത്സ, അതായത് ഫുൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്, അത് എപ്പോഴാണ് സാധാരണ തുടങ്ങാറ്? അത് സാധാരണയായിട്ട് സ്ഥിരം പല്ലുകളൊക്കെ വന്നതിന് ശേഷമാണ്. ഏകദേശം ഒരു 12-13 വയസ്സിൽ. ഓക്കെ. ആ പ്രായത്തില് പല്ലുകള് ചിലപ്പോ നിരതെറ്റിയോ തിങ്ങി നിറഞ്ഞോ അല്ലെങ്കിൽ വിടവുകളോടെയോ ഒക്കെ കാണപ്പെടാം. ഇതിനെ ചിലപ്പോ തമാശയ്ക്ക് അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്നൊക്കെ പറയാറുണ്ട്. അതെന്താ അങ്ങനെ? കാരണം ആ സമയത്ത് പല്ലുകൾ അത്ര ഭംഗിയിലായിരിക്കില്ല കാണാൻ. പക്ഷെ മിക്കപ്പോഴും സ്ഥിരം കോമ്പല്ലുകൾ, അതായത് പെർമനന്റ് കേനൈൻസ്, അതൊക്കെ പൂർണ്ണമായിട്ട് വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നം തനിയെ ശരിയാവാറുണ്ട്. അപ്പോ ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു ഘട്ടത്തിൽ ഓർത്തോഡോണ്ടിസ്റ്റ് ഇടപെട്ട് ഫിക്സഡ് ബ്രേസസ് ഉപയോഗിച്ച് ചികിത്സ തുടങ്ങും. മുതിർന്ന ആളുകൾക്ക് ഈ ചികിത്സ ചെയ്യാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും. കൗമാരക്കാർക്കും മുതിർന്നവർക്കുമൊക്കെ ഓർത്തോഡോണ്ടിക് ചികിത്സ ചെയ്യാം. പക്ഷെ എന്താന്ന് വെച്ചാൽ പ്രായം കൂടുമ്പോൾ ഈ താടിയലിന്റെ വളർച്ചയൊക്കെ പൂർത്തിയായിട്ടുണ്ടാവും. ശരി. അപ്പൊ ചികിത്സയ്ക്ക് ചിലപ്പോൾ കുറച്ചധികം സമയം എടുത്തേക്കാം, ചിലപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകാം. എന്നാലും സാധ്യമാണ്. ശരാശരി ഒരു ചികിത്സാ കാലയളവ് എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെയാണ്. കുട്ടികൾ പലപ്പോഴും അവരുടെ പല്ലിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറയില്ലല്ലോ. ഇല്ല. മാതാപിതാക്കളും പിന്നെ നിങ്ങളെപ്പോലെ, അതായത് ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, സ്കൂൾ അധ്യാപകർ, ഇവരൊക്കെ കുട്ടികളുമായി ദിവസവും ഇടപഴകുന്നവരാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ചില സൂചനകൾ, ഏർലി വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? എന്ത് കണ്ടാലാണ് ഒരു ഡോക്ടറെ കാണിക്കാൻ പറയേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇത് ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. പറയൂ. ഒന്നാമതായി, പാൽപ്പല്ലുകൾ വളരെ നേരത്തെ കൊഴിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഒരു 7-8 വയസ്സായിട്ടും ചില പല്ലുകൾ പോകാതിരിക്കുക. ഓക്കെ. പിന്നെ ഈ 5-6 വയസ്സിന് ശേഷവും വിരല് കുടിക്കുന്ന ശീലം, തം ഫിംഗർ സക്കിംഗ്, നിർത്താതിരിക്കുക. ശരി. കുട്ടി എപ്പോഴും വായിലൂടെ ശ്വാസമെടുക്കുന്നത് മൗത്ത് ബ്രീത്തിംഗ് പോലെ തോന്നുക. അതുപോലെ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തത കുറവ്, ചില അക്ഷരങ്ങൾ ശരിക്കു വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ കൊഞ്ഞ പോലെ സംസാരിക്കുക. പിന്നെ പല്ലുകൾ കാണുമ്പോൾ തന്നെ വല്ലാതെ തിങ്ങിഞ്ഞെരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്നായി കയറി ഓവർലാപ്പിംഗ് നിൽക്കുക. പല്ലുകൾക്കിടയിൽ വലിയ വിടവുകൾ, സ്പേസിംഗ് കാണുക. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിക്ക് ശരിക്ക് ചവയ്ക്കാൻ പറ്റുന്നില്ല, ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ താടിയല്ല് അത് വല്ലാതെ മുന്നോട്ടോ പിന്നോട്ടോ തള്ളി നിൽക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുക. ചിലപ്പോ വായ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ താടിയല്ലിന്റെ ജോയിന്റിൽ നിന്ന് ഒരു ക്ലിക്ക് അല്ലെങ്കിൽ പോപ്പ് എന്ന പോലത്തെ ശബ്ദം കേൾക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും മാതാപിതാക്കളെ ഒന്ന് വിവരമറിയിക്കണം. എന്നിട്ട് ഒരു ദന്തരോഗ വിദഗ്ധനെ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണാൻ നിർദ്ദേശിക്കണം. നിങ്ങളുടെ ഒരു ചെറിയ നിരീക്ഷണം ചിലപ്പോൾ ഒരു കുട്ടിയുടെ ചികിത്സ നേരത്തെ തുടങ്ങാൻ വലിയ സഹായമാകും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ കമ്പിയിടുന്നത് എങ്ങനെയാണ് കൃത്യമായി പല്ലുകളെ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? അതിന്റെ പിന്നിലുള്ള ഒരു പ്രവർത്തനം അതൊന്ന് ലളിതമായി പറയാമോ? പറയാം. അത് ശരിക്കും ഒരു അത്ഭുതകരമായ പ്രക്രിയയാണ്. ഈ ബ്രേസസ് അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളുണ്ടല്ലോ, അത് പല്ലുകളിൽ വളരെ പതുക്കെ പക്ഷെ സ്ഥിരമായിട്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് ഒരു തള്ളൽ, ഒരു പ്രഷർ, ജെന്റൽ കണ്ടിന്യൂസ് പ്രഷർ കൊടുക്കും. ഓരോ പല്ലിനെയും താടിയെല്ലിലെ എല്ലുമായി ബന്ധിപ്പിക്കുന്ന ഒരു നേർത്ത ടിഷ്യൂ ഉണ്ട്. അതിനെ പെരിയോഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയും. പെരിയോഡോണ്ടൽ ലിഗമെന്റ്? അതെ. ഇതൊരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ശരിക്കും. അപ്പോ ഈ തള്ളല് വരുമ്പോഴെന്ത് സംഭവിക്കും? നമ്മൾ ഒരു ദിശയിലേക്ക് പല്ലിനെ തള്ളുമ്പോൾ ആ ഭാഗത്തുള്ള പെരിയോഡോണ്ടൽ ലിഗമെന്റിൽ ഒരു സമ്മർദ്ദം വരും. ആ സമ്മർദ്ദം കാരണം അവിടത്തെ എല്ല് പതുക്കെ അലിഞ്ഞു മാറാൻ തുടങ്ങും. ഇതിനെ റിസോർപ്ഷൻ എന്ന് പറയും. അതേസമയം പല്ല് നീങ്ങുന്നതിന്റെ എതിർവശത്ത് അവിടെ ഒരു വലിവ് അനുഭവപ്പെടും. ആ ഭാഗത്ത് പുതിയ എല്ല് ഉണ്ടായി വരും. അതിനെ ഡിപ്പൊസിഷൻ എന്ന് പറയും. അപ്പോ ഈ എല്ല് അലിയുന്നതും പുതിയ എല്ല് ഉണ്ടാകുന്നതും ഇതിനെയാണ് ബോൺ റീമോഡലിംഗ് എന്ന് പറയുന്നത്. അതായത് പല്ല് നീങ്ങുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള എല്ലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും.
ഇതിനെ ഒരു ഉദാഹരണം വെച്ച് പറയാമോ, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ? ഇപ്പോ ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെടി നട്ടിരിക്കുന്നു എന്ന് കരുതുക. നമ്മൾ ആ ചെടിയെ പതുക്കെ ഒരു വശത്തേക്ക് ചരിച്ചു വച്ചാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അതിന്റെ വേരുകൾ ആ ഭാഗത്തേക്ക് വളർന്ന് പുതിയ മണ്ണിൽ ഉറയ്ക്കുമല്ലോ. ശരിയാണ്. ഏതാണ്ട് അതുപോലെ. അല്ലെങ്കിൽ നമ്മൾ ഈ നനഞ്ഞ മണലിലൂടെ ഒരു കമ്പ് പതുക്കെ നീക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ മുന്നിലുള്ള മണൽ മാറുന്നു, അതിന്റെ പിന്നാലെ പുതിയ മണൽ വന്ന് നിറയുന്നു. അതുപോലെ ഒരു പ്രോസസ്സാണ്. ഓക്കെ. ഇത് വളരെ പതുക്കെ നടക്കുന്നതുകൊണ്ടാണ് ചികിത്സയ്ക്ക് മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളുമൊക്കെ എടുക്കുന്നത്. ഇങ്ങനെ പതുക്കെ ചെയ്യുന്നതുകൊണ്ട് പല്ലിനും എല്ലിനും യാതൊരു കേടുപാടും സംഭവിക്കില്ല. സുരക്ഷിതമായി പല്ലുകളെ നീക്കാൻ പറ്റും. കൊള്ളാം. അത് വളരെ നന്നായി മനസ്സിലായി. ഇനി പലതരം ഉപകരണങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടവ? വളർച്ച, ഇതൊക്കെ അനുസരിച്ച് പലതരം ഉപകരണങ്ങൾ വേണ്ടിവരും. നമുക്ക് പ്രധാനപ്പെട്ടവയെ അവയുടെ ഒരു ഉപയോഗമനുസരിച്ച് തിരിക്കാം. ശരി. ഒന്ന്, ഈ ദുശ്ശീലങ്ങൾ മാറ്റാനും താടിയെല്ലിന്റെ വളർച്ചയെ സഹായിക്കാനും ഉപയോഗിക്കുന്നവ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വിരൽക്കുടി, നാക്ക് തള്ളൽ, വായിലൂടെ ശ്വാസമെടുക്കൽ. അതെ. ഇത്തരം ശീലങ്ങൾ മാറ്റാനും താടിയെല്ല് ശരിയായി വളരാനും വേണ്ടി ഒരു 6-10 വയസ്സിലൊക്കെ മയോഫങ്ഷണൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ താടിയെല്ലുകളുടെ സ്ഥാനത്തുള്ള വ്യത്യാസങ്ങൾ അത് പരിഹരിക്കാൻ ഒരു 11-13 വയസ്സിൽ ആ വളർച്ചയുടെ ഘട്ടത്തിൽ മയോഫങ്ഷണൽ അപ്ലയൻസസ് ഉപയോഗിക്കാം. ഇതൊക്കെ നേരത്തെയുള്ള ചികിത്സയുടെ ഭാഗമാണ്. ഓക്കെ. 2, സ്ഥലം നിലനിർത്താൻ ഉപയോഗിക്കുന്നവ. അതായത് ഒരു പാൽപ്പല്ല് കേടായിട്ടോ അല്ലെങ്കിൽ വീണിട്ടോ ഒക്കെ നേരത്തെ നഷ്ടപ്പെട്ടാൽ ആ ഭാഗത്തേക്ക് അടുത്തുള്ള പല്ലുകൾ നീങ്ങി വരാതിരിക്കാൻ. ശരിയാണ്. അങ്ങനെ വന്നാൽ സ്ഥിരം പല്ലിന് വരാനുള്ള സ്ഥലം നഷ്ടപ്പെടുമല്ലോ. അത് തടയാൻ വേണ്ടി സ്പേസ് മെയിൻറ്റെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം വെക്കും. ഇതൊരു ചെറിയ കമ്പി പോലെ ഇരിക്കും. ഇത് വളരെ പ്രധാനമാണല്ലേ? വളരെ പ്രധാനമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നീട് പല്ലുകൾ തിങ്ങിഞ്ഞെരുങ്ങാനും ചിലപ്പോൾ വലിയ ഓർത്തോഡോണ്ടിക് ചികിത്സ തന്നെ വേണ്ടിവരാനും സാധ്യതയുണ്ട്. ഓക്കെ. 3, പല്ലുകളെ ശരിക്കും നീക്കാൻ ഉപയോഗിക്കുന്നവ. ഇതാണ് നമുക്ക് ഏറ്റവും പരിചിതമായ ഫിക്സഡ് ബ്രേസസ്. അതെ, ഈ കമ്പി ഇടുന്നത്. അതെ, ഇതിൽ ഓരോ പല്ലിലും ചെറിയ ബ്രാക്കറ്റുകൾ ഒട്ടിക്കും. എന്നിട്ട് അതിലൂടെ ഒരു കമ്പി, അതിനെ ആർച്ച് വയർ എന്ന് പറയും, അത് കടത്തിവിടും. ഈ കമ്പിയിലാണ് പല്ലുകളെ നീക്കാനുള്ള ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. ശരി. ഈ ബ്രാക്കറ്റുകള് മെറ്റലാകാം, അല്ലെങ്കിൽ പല്ലിന്റെ നിറത്തിലുള്ള സെറാമിക് ആകാം, ചിലപ്പോൾ പ്ലാസ്റ്റിക് വരെ ഉപയോഗിക്കാറുണ്ട്. ഡോക്ടർ ഓരോ തവണ കാണുമ്പോഴും ഈ കമ്പി പതുക്കെ ടൈറ്റ് ചെയ്ത് ക്രമീകരിക്കും. പിന്നെ ചില ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊരിമാറ്റാൻ പറ്റുന്ന റിമൂവബിൾ ബ്രേസസ് അല്ലെങ്കിൽ പ്ലേറ്റുകളും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് കുട്ടി സ്ഥിരമായി ഉപയോഗിച്ചാലേ ഫലം കിട്ടൂ. ശരി. ഇനി 4-മത്തേതോ? 4, ചികിത്സയുടെ ഫലം നിലനിർത്താൻ ഉപയോഗിക്കുന്നത്. കമ്പിയൊക്കെ എടുത്ത് ചികിത്സ കഴിഞ്ഞ ശേഷം പല്ലുകൾ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തിരികെ പോകാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് റിറ്റെയിനേഴ്സ്. റിറ്റെയിനേഴ്സ്. അതെ. ഇത് ഊരിമാറ്റാവുന്ന ഒരു പ്ലേറ്റ് പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ പല്ലുകളുടെ പുറകിൽ കാണാത്ത രീതിയിൽ ഒട്ടിക്കുന്ന ഒരു ചെറിയ കമ്പി പോലെയുമാകാം. ഡോക്ടർ പറയുന്ന അത്രയും കാലം ഇത് കൃത്യമായി ഉപയോഗിക്കണം. അല്ലെങ്കിൽ ചികിത്സ ചെയ്തത് വെറുതെയാവും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് പ്രധാനമായും ഈ ഓർത്തോഡോണ്ടിക് ചികിത്സ ഒരു പരിഹാരമാകുന്നത്? ഒരുപാട് പ്രശ്നങ്ങൾക്കിത് പരിഹാരം നൽകും. ഇപ്പോ പ്രധാനമായിട്ടും പല്ലുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെ തിങ്ങിഞ്ഞെരുങ്ങി നിൽക്കുന്ന അവസ്ഥ, ക്രൗഡിംഗ്, പല്ലുകൾക്കിടയിൽ ആവശ്യത്തിലധികം വിടവുകൾ, സ്പേസിംഗ്, മുൻപല്ലുകൾ വല്ലാതെ ഉന്തി നിൽക്കുന്നത്, പ്രൊട്രൂഡിംഗ് ടീത്ത്, അതിനെ ബക്ക് ടീത്ത് എന്നൊക്കെ പറയും. കടിക്കുമ്പോൾ മുകളിലെയും താഴത്തെയും പല്ലുകൾ ശരിയായി ചേരാത്ത അവസ്ഥകൾ, അതായത് ഡീപ്പ് ബൈറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബൈറ്റ്, ക്രോസ് ബൈറ്റ്, അതായത് മുകളിലെ പല്ല് താഴത്തെ പല്ലിന്റെ ഉള്ളിലായിട്ട് കടിക്കുന്നത്. പിന്നെ താടിയെല്ലുകളുടെ വലിപ്പത്തിലോ സ്ഥാനത്തിലോ ഉള്ള വ്യത്യാസങ്ങൾ, ജോ അലൈൻമെന്റ് ഇഷ്യൂസ്. ഇതെല്ലാം പരിഹരിക്കുന്നതിലൂടെ നന്നായിട്ട് ഭക്ഷണം ചവയ്ക്കാൻ പറ്റും, സംസാരം വ്യക്തമാകും, പല്ലുകൾ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും. അതോടൊപ്പം മുഖത്തിനൊരു ഭംഗി വരും, ആത്മവിശ്വാസം കൂടും. അതെ. ഇനി കമ്പിയിട്ടാൽ പിന്നെ വായയുടെ ശുചിത്വം കുറച്ചുകൂടി ശ്രദ്ധിക്കണമല്ലോ. ചികിത്സാ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും. ഇതൊരു ടീം വർക്കാണ്. കുട്ടി,
രക്ഷിതാവ്, പിന്നെ ഡോക്ടർ എല്ലാവരും ഒരുമിച്ച് സഹകരിക്കണം. ബ്രഷ് ചെയ്യൽ. സാധാരണ നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യുമല്ലോ. പക്ഷേ കമ്പിയിട്ടാൽ ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും നിർബന്ധമായും ബ്രഷ് ചെയ്യണം. ഓ, ഓരോ തവണയും? അതെ. കാരണം ഭക്ഷണ സാധനങ്ങൾ ഈ ബ്രാക്കറ്റിനും കമ്പിക്കും ഇടയിൽ കുടുങ്ങിയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരിയാണ്. മൃദുവായ നാരുകളുള്ള, ചിലപ്പോൾ അറ്റം ചെറുതായി കൂർത്തുവരുന്ന പ്രത്യേകതരം ഓർത്തോഡോണ്ടിക് ടൂത്ത് ബ്രഷ് കിട്ടും. അതുപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ബ്രാക്കറ്റുകൾക്ക് ചുറ്റും പല്ലുകൾക്കിടയിലുമൊക്കെ വൃത്തിയാക്കാൻ ഇന്റർഡെന്റം ബ്രഷ് എന്ന് പറയുന്ന ചെറിയ ബ്രഷുകളുണ്ട്. അത് വളരെ ഉപകാരപ്രദമാണ്. പല്ലുകൾക്കിടയിൽ ഫ്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കമ്പിയുള്ളതുകൊണ്ട്. അപ്പോൾ ഫ്ലോസ് ത്രെഡർ എന്നൊരു സാധനം ഉപയോഗിച്ച് ഫ്ലോസ് ചെയ്യാം. പിന്നെ ഫ്ലൂറൈഡ് അടങ്ങിയ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതും പല്ലിന് നല്ലതാണ്. ഭക്ഷണം, ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒട്ടിപ്പിടിക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ ചൂയിങ്ങം, ടോഫി, മിഠായികൾ, അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ വളരെ കട്ടിയുള്ള ഭക്ഷണങ്ങൾ, കശുവണ്ടി, പോപ്കോൺ, ഐസ് ക്യൂബ് കടിക്കുക, കട്ടിയുള്ള മുറുക്ക്, അച്ചപ്പം, ഇതൊക്കെ ഒഴിവാക്കണം. എന്തുകൊണ്ടാണ്? കാരണം ഇവ കഴിക്കുമ്പോൾ ബ്രാക്കറ്റ് പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ കമ്പി വളഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ചികിത്സ താമസമാകും. ശരി. ആപ്പിൾ, പേരയ്ക്ക, ക്യാരറ്റ് പോലുള്ള കട്ടിയുള്ള പഴങ്ങളും പച്ചക്കറികളും കടിച്ചു തിന്നരുത്. പകരം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിക്കണം. പിന്നെ ഈ പെൻസില് കടിക്കുക, പേന കടിക്കുക, നഖം കടിക്കുക, ഈ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തണം. പൊതുവെ മൃദുവായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അസ്വസ്ഥതകൾ, കമ്പി ആദ്യമായി ഇടുമ്പോഴും പിന്നെ ഓരോ തവണ ഡോക്ടറെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും ആദ്യത്തെ കുറച്ചു ദിവസം ഒരു ചെറിയ വേദനയോ പല്ലിന് പുളിപ്പൊക്കെ തോന്നാം. അത് സ്വാഭാവികമാണോ? അത് സ്വാഭാവികമാണ്. പേടിക്കേണ്ട കാര്യമില്ല. ഇളം ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് ഒരാശ്വാസം തരും. ആ സമയത്ത് മൃദുവായ ഭക്ഷണം കഴിക്കുക. ചിലപ്പോൾ ഈ ബ്രാക്കറ്റ് കവിളിലോ ചുണ്ടിലോ ഉരസിയിട്ട് ചെറിയ മുറിവുകളുണ്ടാകാം. അതെ. അങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടർ ഒരു മെഴുകു തരും. ഓർത്തോഡോണ്ടിക് വാക്സ് എന്ന് പറയും. അത് ആ ബ്രാക്കറ്റിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. ഈ ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണ കുറച്ചു ദിവസങ്ങൾക്കുള്ളിലങ്ങ് മാറും. കൃത്യമായ പരിശോധന. ഡോക്ടർ പറയുന്ന തീയതികളിൽ കൃത്യമായി പോയി കാണിക്കണം. സാധാരണ ഒരു 4 മുതൽ 6 ആഴ്ച കൂടുമ്പോഴാണ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരിക. ഈ അപ്പോയിന്റ്മെന്റുകൾ മുടക്കിയാൽ ചികിത്സ ഒരുപാട് വൈകാൻ സാധ്യതയുണ്ട്. ശരി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികളെയും രക്ഷിതാക്കളെയും ഓർമ്മിപ്പിക്കുന്നതിൽ നിങ്ങളെപ്പോലുള്ള ആരോഗ്യ പ്രവർത്തകർക്കും അധ്യാപകർക്കും അംഗൻവാടി ജീവനക്കാർക്കുമൊക്കെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അവർക്ക് എങ്ങനെ ക്രിയാത്മകമായിട്ട് ഇടപെടാൻ കഴിയും? നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. കാരണം നിങ്ങൾ കുട്ടികളെ ദിവസവും കാണുന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ, അതായത് വാർണിംഗ് സൈൻസ്, അതൊക്കെ കുട്ടികളിൽ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വായിലൂടെ ശ്വാസമെടുക്കൽ, വിരൽക്കുടി, സംസാരത്തിലെ വ്യക്തത കുറവ്, നിരതെറ്റിയ പല്ലുകൾ, ഇതൊക്കെ. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ മാതാപിതാക്കളോട് സ്നേഹത്തോടെ കാര്യം പറഞ്ഞ് ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിക്കാൻ നിർദ്ദേശിക്കുക. ശരി. അതുപോലെ ഈ 6-7 വയസ്സിൽ ഒരു ഓർത്തോഡോണ്ടിക് ചെക്കപ്പ് നടത്തേണ്ടതിന്റെ പ്രാധാന്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ഇനി കമ്പിയിട്ട കുട്ടികൾ നിങ്ങളുടെ സ്കൂളിലോ അംഗൻവാടിയിലോ ഉണ്ടെങ്കിൽ അവർ വായ ശരിയായി വൃത്തിയാക്കുന്നുണ്ടോ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാം. അതെ. പിന്നെ ചിലപ്പോൾ മറ്റു കുട്ടികൾ ഇവരെ കളിയാക്കാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണം. കളിയാക്കുന്നത് ശരിയല്ലെന്നും എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും ഒരു സഹാനുഭൂതിയോടെയും പെരുമാറണമെന്നും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. പിന്നെ ചികിത്സ കുറച്ചുനാൾ നീണ്ടു നിൽക്കുമല്ലോ. ആ സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ ഭാവിയിൽ നല്ലൊരു പുഞ്ചിരി കിട്ടും എന്നവരെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും. ഇനി ഈ കമ്പിയിടുന്നതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളും ആളുകൾക്കിടയിലുണ്ട്. അതുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. അത് നല്ലതാണ്. ചില സാധാരണ തെറ്റിദ്ധാരണകളും അതിന്റെ വസ്തുതകളും പറയാം. 1. കമ്പിയിടുന്നത് കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അത് തെറ്റാണ്. വസ്തുത എന്താണെന്ന് വെച്ചാൽ ഏത് പ്രായക്കാർക്കും ഈ ചികിത്സ തേടാം. ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാമെന്ന് മാത്രം. ഓക്കെ. 2. ഇത് ഭയങ്കര വേദനയുള്ള ചികിത്സയാണ്. അതും ശരിയല്ല. വസ്തുത തുടക്കത്തിൽ ചെറിയ അസ്വസ്ഥതയുണ്ടാകും,
പക്ഷേ അത് സഹിക്കാവുന്നതും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറുന്നതുമാണ്. 3. ഇത് ഭംഗിക്കു വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതും തെറ്റാണ്. വസ്തുത ഭംഗി ഒരു പ്രധാന ഘടകമാണെങ്കിലും പല്ലുകളുടെ ആരോഗ്യം, ചവയ്ക്കാനുള്ള കഴിവ്, സംസാരം എന്നിവയൊക്കെ മെച്ചപ്പെടുത്തുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ശരിയാണ്. 4. കമ്പി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല്ല് അനങ്ങില്ല. ഇതും തെറ്റായ ധാരണയാണ്. വസ്തുത പല്ലുകൾക്കെപ്പോഴും അതിന്റെ പഴയ സ്ഥാനത്തേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ടാണ് റീറ്റെയിനറുകൾ നിർബന്ധമായും ഡോക്ടർ പറയുന്ന അത്രയും കാലം ഉപയോഗിക്കാൻ പറയുന്നത്. 5. ഈ മെറ്റർ ബ്രേസ് തുരുമ്പെടുക്കും അല്ലെങ്കിൽ ശരീരത്തിന് ദോഷമാണ്. ഇതും തെറ്റാണ്. വസ്തുത ഇത് ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യാത്ത ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ഗ്രേഡ് ലോഹങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത് പല്ലുകളെയും താടിയല്ലുകളെയും ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ആരോഗ്യവും ഭംഗിയും മെച്ചപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതെ. ഒരു 6-7 വയസ്സിൽ ആദ്യത്തെ പരിശോധന നടത്തുന്നത് ഭാവിയിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. നേരത്തെയുള്ള ചികിത്സ, അതായത് ഇൻട്രസെപ്റ്റീവ് ഓർത്തോഡോണ്ടിക്സ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പൂർണ്ണമായ ചികിത്സ സാധാരണയായി ഒരു 12-13 വയസ്സിലാണ് തുടങ്ങുന്നത്. അത് 1 മുതൽ 3 വർഷം വരെ നീണ്ടു നിൽക്കാം. ചികിത്സാ സമയത്ത് വായുടെ ശുചിത്വം, ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, കൃത്യമായ പരിശോധനകൾ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ശരിയാണ്. ചികിത്സ കഴിഞ്ഞാൽ റിട്ടൈനറുകൾ ഉപയോഗിക്കുന്നത് കിട്ടിയ ഫലം നിലനിർത്താൻ നിർബന്ധമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി ഈ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും ശരിയായ മാർഗനിർദ്ദേശം നൽകാനും നിങ്ങളെപ്പോലുള്ള ആരോഗ്യപ്രവർത്തകർക്കും അധ്യാപകർക്കും അംഗൻവാടി ജീവനക്കാർക്കുമൊക്കെ വലിയൊരു പങ്കുവഹിക്കാനുണ്ട്. തീർച്ചയായും. ഓർക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ ലക്ഷണം, നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ ഉപദേശം, അത് ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരുടെ പുഞ്ചിരിക്ക്, അവരുടെ ആത്മവിശ്വാസത്തിന്, അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഒരു മുതൽക്കൂട്ടാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് വെറും പല്ലിന്റെ മാത്രം കാര്യമല്ല, ഒരു വ്യക്തിയുടെ ജീവിത നിലവാരത്തെ തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ശരിയാണ്. ഈ വിശദമായ ചർച്ചയ്ക്ക് ഒരുപാട് നന്ദി. ഒരു കുട്ടിയുടെ പുഞ്ചിരിയെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നൊരു ചിന്തയോടെ നമുക്കിന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുട്ടികളുടെ പുഞ്ചിരികൾ കൂടുതൽ ആരോഗ്യകരവും മനോഹരവുമാകാൻ നിങ്ങളുടെ ഓരോ ഇടപെടലുകൾക്കും സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. കുട്ടികളുടെ ദന്താരോഗ്യ പരിശീലനത്തിനായുള്ള ഈ പരമ്പരയിലെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. നന്ദി.